ഹായ്, ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു എല്ലാവരും. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അവൽ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. ഏറ്റവും വേഗത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ ചാനലിൽ ഇതുവരെ 3 വീഡിയോ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് കാണുക. അങ്ങനെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ടാകും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണം. ചാനലിൽ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അവൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവലെടുത്തിട്ടുണ്ട്. അവലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതേമാതിരി കട്ടിയുള്ള അവലെടുക്കണം. അവൽ പലതരത്തിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഈ വെള്ള അവൽ തന്നെ ഈ നല്ല കട്ടിയുള്ള അവലുണ്ട്. അതിൻ്റെ മീഡിയം സൈസ് കട്ടിയുള്ള അവൽ കിട്ടും. തീരെ കട്ടി കുറഞ്ഞതുണ്ട്. പിന്നെ നാട്ടിലാണെങ്കിൽ മട്ട അവലെന്ന് പറഞ്ഞൊരു തരം കൂടെ കിട്ടും. അപ്പോൾ അവലുപ്പുമാവ് എടുക്കുമ്പോൾ എപ്പോഴും ഈ തരത്തിൽ കട്ടിയുള്ള അവലെടുക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അവലൊന്ന് കുതിർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുന്നത് അവൽ കട്ട പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ എല്ലായിടത്തും വെള്ളം ചെല്ലാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇത് ഞാൻ അരിപ്പ പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഫുൾ പോവണം. ഈ കുതിർത്ത അവല് ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെക്കണം. കാരണം ഇതൊന്ന് കുറച്ച് കുതിർന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അവൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ നിലക്കടല എടുത്തിട്ടുണ്ട്. അത് 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ നീര്, മല്ലിയില, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ എണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്ക് നമ്മൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് നിലക്കടല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ച നിലക്കടലയാണ്. അതുകൊണ്ടാണ് ഇത് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. അതല്ല, വറുത്ത കടലയാണെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് ആദ്യമേ തന്നെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യേണ്ട. നമ്മൾക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് കോരിയെടുക്കാം. വീണ്ടും തീ കൂട്ടി വെക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അപ്പം എരിവ് കൂടുതൽ വേണ്ട ആളുകൾ ഒരു പച്ചമുളക് കൂടി എടുക്കാം. എനിക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ട് ഇവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള സവാളയാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് നന്നായിട്ട് ഒരു
പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് അവല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കുമ്പോൾ അവല് പൊടിയാതെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചില ആൾക്കാർക്ക് ഉപ്പ് കൂടുതൽ വേണം, മറ്റു ചിലർക്ക് ഉപ്പ് കുറവ് വേണം. അപ്പം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നമ്മൾ എണ്ണ എടുക്കുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ എപ്പോഴും വെളിച്ചെണ്ണയിലല്ലേ കുക്ക് ചെയ്ത് ശീലമുള്ളൂ. അപ്പം വെളിച്ചെണ്ണയിൽ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല, അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അത് സൺഫ്ലവർ ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിത് 2 മിനിറ്റ് ഫ്ലെയിം സിമ്മിലാക്കിയിട്ടിട്ട് 2 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളുടെ വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾക്കിതിന് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. കണ്ടോ, കടലയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ക്രിസ്പിയാണ്. അതേപോലെ നമ്മൾക്ക് വേണമെങ്കിൽ സോസ് കൂട്ടി കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സോസ് കൂട്ടിയിട്ട് വേണമെങ്കിൽ ഈ അവലുപ്മാവ് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ ഇത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. കുട്ടികൾക്ക് വേണമെങ്കിൽ സ്നാക്സ് ബോക്സിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും വളരെ നല്ലതാണ്. വളരെ ഹെൽത്തിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് അവലുപ്മാ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.